ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു നാടൻ പലഹാരമാണ് ചെയ്യുന്നത്. ഒരു ഇലയടയാണ് കേട്ടോ നമ്മളാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിയപ്പ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ഗ്ലാസ് ഇടിയപ്പ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ വാഴയില ആവശ്യമുണ്ട്, ചെറുതായിട്ട് ഇതുപോലെ മുറിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെല്ലം അല്ലെങ്കിൽ ജാഗറി. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കുഴക്കാനില്ല പച്ചവെള്ളം. അപ്പോൾ ഇടിയപ്പ പൊടി യൂഷ്വലി നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കുഴയ്ക്കുക. പക്ഷേ എൻ്റെ അടുത്തുള്ളത് ഒരു സ്പെഷ്യൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടി കേട്ടോ. അത് നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് നമുക്കൊരു ചീനച്ചട്ടി ഇവിടെ വെച്ചിട്ട് അതിനകത്തേക്ക് ഈ വെല്ലം നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് നമ്മൾ മുന്നേ ആക്കിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം കയ്യിലില്ലെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ യൂഷ്വലി തേങ്ങേൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ്, അതിനനുസരിച്ചാണ് നമ്മൾ ഈ വെള്ളപ്പാവ് ആക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്, ഇതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ ഇച്ചിരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കാരണം കുറച്ചും കൂടി തേങ്ങയുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളപ്പാവയ്ക്ക് നമ്മൾ മുന്നേ ഫ്രിഡ്ജിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പലഹാരമൊക്കെ ആക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ യൂഷ്വലി ഞാൻ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുഴക്കട്ടിയോ ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പാവ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ചെരുവെച്ച് തേങ്ങ ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 5 to 6 ഇലയുടെ മാത്രമേ ആക്കുന്നുള്ളൂ, അത്രേ ആക്കുന്നുള്ളൂ. കുറേ ക്വാണ്ടിറ്റിയിലാക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അളവ് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റോളം നമ്മളിത് നല്ലതായിട്ട് ഇതിലേക്ക് ഇതുപോലെ വഴറ്റിയെടുക്കണം. അപ്പം തേങ്ങ ഈ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല കുറച്ചൊന്ന് ഡ്രൈ ആവണം. ഒത്തിരി അല്ല, ബട്ട് കുറച്ചൊന്ന് ഡ്രൈ ആവണം. അതിൻ്റെ പാകം കറക്റ്റായിരിക്കണം. കൂടുതൽ ലൂസായാലും നമുക്കിത് സ്റ്റഫ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒത്തിരി ഡ്രൈ ആയാൽ അത് ഭയങ്കര സ്റ്റിഫായി പോവും. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ പാരലായിട്ട് ഇവിടെ ഞാൻ മാവ് റെഡിയാക്കുന്നുണ്ട്. അപ്പം മാവിലേക്ക് ഞാൻ ഇച്ചിരി ഇടിയപ്പപ്പൊടിയിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴയ്ക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഇടിയപ്പപ്പൊടി സാധാരണ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ആക്കുന്നതിലും ഇച്ചിരിയും കൂടി ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. കാരണം നമുക്കിത് ഇലയിൽ പരത്തിയെടുക്കണമല്ലോ. അപ്പോൾ അതൊന്ന് പരന്ന് വരാൻ മാത്രമുള്ള കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഞാൻ ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പാകം എന്ന് പറയുമ്പോൾ ഇതൊരു ഇടിയപ്പത്തിൻ്റെ പാകമായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. നമ്മൾ കുറച്ചായിട്ട് നോക്കിയിട്ട് പാകം നോക്കി ഒഴിച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരിക വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ചായിട്ട് ഇതുപോലെ നോക്കിയിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് ഇല ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇല ഇതുപോലെ അതിൻ്റെ റഫ് സൈഡ്, മോശം സൈഡ് ഇങ്ങനെ ഇട്ടിട്ടാണ് വാട്ടുകയെന്ന് അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇല കീറിപ്പോകത്തില്ല. അല്ലാതെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളിത് മടക്കി എടുക്കുമ്പോൾ ഇല കീറിപ്പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല വാട്ടിയെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഇലകളും ഇതുപോലെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കാം. ഇനി നമ്മൾ കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇത്രയും ലൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എളുപ്പത്തിൽ ഇങ്ങനെ പരത്തി വരൂ. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് 4 കോർണറിലേക്കും അങ്ങ് എഡ്ജ് വരെ പോകാൻ പാടില്ല. ഇങ്ങനെ 4 കോർണറും ഇതുപോലെ ഫ്രീ ആയിട്ടുണ്ടാവണം. സോ ദാറ്റ് നമ്മൾ മടക്കി കഴിയുമ്പോൾ നമുക്കത് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ തേങ്ങയുടെ ഫില്ലിങ് ഇതുപോലെ ഈവണായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് മറ്റേ സൈഡ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കൈ കൊണ്ട് നമ്മളിത് ഈവണായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സൈഡുകളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും അത് അവിടെ ഒന്ന് ലോക്കായി കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇലേൻ്റെ സൈഡും നമ്മളിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരികയാണ് എങ്ങനെ ഇരിക്കും ഉള്ളിൽ. 2 സൈഡും അതുപോലെ ഈ 3ാമത്തെ സൈഡും ഇതുപോലെ ഒരു പാക്കറ്റ് പോലെ ആക്കിയിട്ട് നമുക്കിത് ആവി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ എല്ലാ അടയും നമ്മൾ ഇതുപോലെ ഇതേ പ്രോസസ്സിൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇലേൻ്റെ സൈസും നോക്കുക, അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വേണം മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ഇല ആണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അഗെയിൻ ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ
3 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വീണ്ടും അതേ പ്രോസസ്സിൽ എല്ലാ ഇലയുടെയും ചെയ്തെടുക്കണം. ഓക്കെ. ഓരോ നാട്ടിൽ ഇതിനെ ഓരോ പേരിലാണ് വിളിക്കുക തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഇലയട എന്നാണ് പറയുക. കുറേ നാട്ടിൽ വെറും അട എന്നാണ് പറയുകയെന്ന് എനിക്ക് തോന്നി. ഇത് നമ്മൾ അരിമാവ് വെച്ചിട്ടല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് വെച്ചിട്ടും ആക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പല വിധത്തിലും ആക്കാം. ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ആൾക്കാർ റാഗി വെച്ചിട്ടും ഒക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡിഫറെൻറ്റ് വേർഷൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ അടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ അടച്ചു വെച്ചിട്ട് ഇതൊരു 15 മിനിറ്റ് ടു 20 മിനിറ്റ്സ്, 15 മതിയാവും, 15 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇൻഡക്ഷനിലാണ് കേട്ടോ ഇത് സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതുപോലെ നല്ല ടേസ്റ്റി ഇലയട റെഡിയാണ്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി പലഹാരമാണ്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. നന്നായി വന്നിട്ടുണ്ട്, വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ചൂടോടെയാണ് കേട്ടോ എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതാണ് കയ്യിൽ ഭയങ്കരമായിട്ട് ആവി വരുന്ന ഒരിത് ഉള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വൈകുന്നേരം അറിയാത്തവർക്ക്, മോസ്റ്റ്ലി കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും, പക്ഷേ പുതിയതായിട്ടുള്ള കുട്ടികൾക്കൊക്കെ കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് ഒരു ട്രൈ ചെയ്യാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ.